നമസ്കാരം. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ വിദേശ നയങ്ങളും വിദേശ ബന്ധങ്ങളും എങ്ങനെ ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഇന്നേ ദിവസം വരുന്ന ഒരു വാർത്ത, ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. ആ കപ്പലിൽ അകപ്പെട്ടു പോയ 17 ഇന്ത്യക്കാരിൽ ഉണ്ടായിരുന്ന ഒരു വനിത ഇന്ന് നാട്ടിലെത്തി, തിരിച്ചെത്തി എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ബാക്കി 16 പേരെയും രക്ഷപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവരും എത്തിച്ചേരും. ഏതായാലും നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട്. ഏറ്റവും അധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ 10,000-കണക്കായ ഇന്ത്യക്കാരെ നമുക്ക് വിജയകരമായി തന്നെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ലിബിയയിലാണെങ്കിലും അതുപോലെ സിറിയയിലാണെങ്കിലും എവിടെയൊക്കെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അകപ്പെട്ടു പോയോ അവിടുന്ന് എല്ലാം തന്നെ വിജയകരമായി തന്നെ എത്തിച്ചു. ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി യുക്രൈൻ റഷ്യ ആ യുദ്ധം മണിക്കൂറുകൾ നിർത്തിവെപ്പിച്ച സംഭവം വരെ ഉണ്ടായി. അത് നമുക്ക് സാധിക്കുന്നത് ഇന്ത്യയുടെ മെച്ചപ്പെട്ട വിദേശ ബന്ധമാണ്. ഇന്ത്യക്ക് ഇന്ന് ലോക രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അംഗീകാരം ഇന്ത്യയെ അവഗണിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്ന തരത്തിലുള്ള അന്തരീക്ഷമുണ്ടാക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് സാധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ചുമതലയേറ്റെടുത്തതിന് ശേഷം നിരവധി വിദേശ രാജ്യങ്ങളിൽ തുടർച്ചയായിട്ട് സന്ദർശനം നടത്തിയുണ്ടായി. ആ സന്ദർശനങ്ങൾക്കെതിരായി വലിയ വിമർശനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി. പക്ഷേ ആ സന്ദർശനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ പറ്റി കൂടുതൽ മതിപ്പുണ്ടാക്കാനും ആ രാജ്യങ്ങളുമൊക്കെയായി ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ജനസമൂഹമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ശബ്ദം അവരൊക്കെ വിലമതിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലോക രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കം, ബ്രിട്ടൻ അടക്കം, ജർമ്മനി അടക്കം, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ മോഡി വന്നതോടുകൂടി ചിത്രമാകെ മാറി. ഇന്ന് പാകിസ്ഥാനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ മെച്ചപ്പെട്ട വിദേശ ബന്ധങ്ങളുടെയൊക്കെ ഫലമായി വൻതോതിലുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻതോതിലുള്ള വിദേശ നിക്ഷേപവും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളും ഇവിടെ ഉണ്ടാകുമ്പോൾ 10,000-കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസികളാണ് എന്നൊക്കെ കരുതിയിരുന്ന ജനങ്ങൾ അവരുടെ രാജ്യങ്ങൾ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇന്ത്യക്കൊരു ശക്തമായ നേതൃത്വമുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തെ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത രാജ്യമാണ് എന്ന ചിന്ത ലോക രാജ്യങ്ങൾക്കുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പോയപ്പോൾ അമേരിക്കൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന സന്ദർഭങ്ങളിൽ, നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റ് എംപിമാർക്ക് തുല്യരായിട്ടുള്ള സെനറ്റ് അംഗങ്ങൾ കൈയടിക്കുകയുണ്ടായി. നൂറുകണക്കിന് തവണയാണ് കൈയടിച്ചു. 70 തവണ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്നാൽ അത്രമാത്രം അംഗീകാരം, അത്രമാത്രം ബഹുമതി അവര് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണെങ്കിലും ഈ മെച്ചപ്പെട്ട വിദേശ ബന്ധത്തിന്റെ ഗുണം
ഓരോ ഇന്ത്യൻ പൗരനും ലഭിക്കുന്നുണ്ട്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയും ഇന്ത്യക്കാരും തലയുയർത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, ലോകത്തുള്ളത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.